ഹായ് ഫിഷി ഡോക്ടേഴ്സ്, നീറ്റ് 2026 കൗൺസിലിംഗ് അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണല്ലോ നമ്മളെല്ലാവരും. അപ്പം ഈ വർഷം NRI കോട്ടയിൽ സീറ്റ്സിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് MCCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് അവർ പറയുന്നത് ഇതാണ്: നിങ്ങളൊരു NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ, NRI കാൻഡിഡേറ്റ് പറയുമ്പോൾ അറിയാം നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിവിടെ പറയാൻ കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികൾ NRI സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ പാരൻസ് പ്രവാസികളായിട്ടുള്ളവരുണ്ട്, അവരുടെ മക്കൾ നാട്ടിലെ കോളേജസിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. അതായത് MCC പറഞ്ഞിരിക്കുന്നത് ഈ വർഷം അവരുടെ റൂൾസിൽ ചില മാറ്റങ്ങളുണ്ട്. എന്താണ് ഒരു കുട്ടീനെ ഒരു എലിജിബിൾ NRI കാൻഡിഡേറ്റ് ആക്കുന്നത്? അതിനു മുമ്പ് ഇവർ എന്തിനാണ് ഈ റൂൾ കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് NRI സീറ്റ്സ്, അതായത് എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസും ഒന്നും NRI സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ചില സ്റ്റേറ്റ്സിലെ ചില കോളേജസിൽ NRI സീറ്റ്സ് ഉണ്ട്. ഒരു 15% സീറ്റ്സ് ഒക്കെ NRI കാൻഡിഡേറ്റ്സിനായിട്ടുണ്ട്. ഈ സീറ്റുകൾ പല രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ സീറ്റ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് തടയാനായിട്ടാണ് ഒരു കുട്ടീനെ എലിജിബിൾ NRI കാൻഡിഡേറ്റ് ആക്കുന്ന ചില ക്രൈറ്റീരിയാസ് ഇവർ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ക്രൈറ്റീരിയ? കുട്ടി NRI ആയിരിക്കണം, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിരിക്കണം, അതായത് ഇന്ത്യക്ക് പുറത്ത് പഠിച്ച് അവിടെ നിന്ന് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എഴുതി ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കണം. രണ്ടാമത്തേത്, ആ കുട്ടിയുടെ സ്പോൺസർ, അതായത് ആ കുട്ടിയുടെ ചിലവുകളൊക്കെ നോക്കുന്ന ആൾ ഒരു NRI ആയിരിക്കണം. ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള സ്പോൺസേഴ്സ്? കുട്ടിയുടെ ബയോളജിക്കൽ ഫാദറോ മദറോ, റിയൽ ബ്രദറോ സിസ്റ്ററോ, അതായത് ഫാദർ മദർ ബ്രദർ സിസ്റ്റർ. ഇനി അതുകൂടാതെ ഗ്രാൻഡ് പേരൻസ്, അതായത് മദറിൻ്റെയോ ഫാദറിൻ്റെയോ പേരൻസ് അവർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണെങ്കിൽ കുട്ടിയുടെ സ്പോൺസേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരും എലിജിബിൾ സ്പോൺസേഴ്സ് ആണ്. ഇനി കുട്ടിയുടെ മെറ്റേണൽ ഓർ പെറ്റേണൽ അങ്കിൾ ഓർ ആണ്ട്, അതായത് ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഡയറക്റ്റ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് NRIs ആണെങ്കിൽ അവരും എലിജിബിൾ സ്പോൺസറാണ്. ആൻഡ് കുട്ടിയുടെ ഫസ്റ്റ് കസിൻ ഇവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫസ്റ്റ് കസിനും എലിജിബിൾ സ്പോൺസറാണ്, NRI സ്പോൺസറാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്പം NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്? ആ കുട്ടിയുമായിട്ട് സ്പോൺസറിനുള്ള റിലേഷൻഷിപ്പ് പ്രൂഫ് ചെയ്യുന്ന പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് ഡോക്യുമെൻറ്റ്, ഫാദറാണ് മദറാണ് ഗ്രാൻഡ് ഫാദറാണ് ഗ്രാൻഡ് മദറാണെന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻറ്റ്. പിന്നെ ഈ പറയുന്ന സ്പോൺസർ ഒരു NRI ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്, അത് അയാളുടെ പാസ്പോർട്ട് ആകാം, വിസ, അയാളുടെ വർക്ക് പെർമിറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള NRI കാറ്റഗറി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഈ വർഷമുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് MCC പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കൗൺസിലിംഗ് ടൈമിൽ. കാരണം യൂഷ്വലി ഈ ഫിസിക്കലി നിങ്ങളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു റൂളായിരുന്നു. പക്ഷേ അത് ഈ വർഷം മാറ്റിയിട്ടുണ്ട്, കുറച്ച് റിലാക്സേഷൻ ഉണ്ട്, വിച്ച് ഇസ് എ ബിഗ് റിലീഫ് ഫോർ ഓൾ ദി NRI കാൻഡിഡേറ്റ്സ് ആക്ച്വലി. ബിക്കോസ് നിങ്ങൾ ഡയറക്റ്റ്ലി വരേണ്ട ആവശ്യമില്ല, യു ക്യാൻ അപ്ലോഡ് ഇറ്റ് ഓൺലൈൻ, വിച്ച് മേക്സ് ഇറ്റ് എ ലോട്ട് ഈസിയർ ആൻഡ് സ്മൂത്ത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം കേരളയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് NRI കാറ്റഗറിയിൽ സീറ്റ്സ് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഓവറോൾ നമ്മുടെ കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ വെരി ഫ്യൂ സ്റ്റേറ്റ്സിൽ മാത്രമേ NRI കോട്ടയിൽ സീറ്റ്സ് കൊടുക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ആ സീറ്റ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം ഇഫ് യു ആർ എൻ എലിജിബിൾ കാൻഡിഡേറ്റ്. ആൻഡ് ഓൾസോ പ്രൈവറ്റ് മെഡിക്കൽ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ നോക്കുന്നവർക്കുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തും ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജസ് NRI സീറ്റ്സ് കൊടുക്കുന്നുണ്ട്. 15% സീറ്റ്സ് ഒക്കെ NRI കാൻഡിഡേറ്റ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ആ കോളേജിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അതിൽ വരും കേട്ടോ. അതിനുശേഷം അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ ദറ്റ് സീറ്റ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ NRI കോട്ടയിൽ സീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റിൽ സെൽഫ് ഫിനാൻസിലും ഒക്കെ നോക്കുന്നവർക്ക് NRI സ്റ്റുഡൻസിന് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അപ്പം ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് ഇൻഫർമേഷൻ. പിന്നെ MCCയുടെ ഈ വർഷത്തെ കൗൺസിലിങ്ങിനെ റിലേറ്റ് ചെയ്ത് കുറേ പ്രഡിക്ഷൻസ്, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അതായത് ഈ വർഷം ഓൺലൈൻ കൂടുതൽ പ്രോസസ്സുകളും ഓൺലൈൻ ആയിരിക്കും. 1 ടൈം റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം NRI കാൻഡിഡേറ്റ്സിനൊക്കെ ഓൺലൈനായിട്ട് പോർട്ടലിലൂടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഓൾസോ കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽസ് ആയിരിക്കും കൗൺസിലിംഗ് പ്രൊസീജിയറിൽ ഉണ്ടാവുക. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സ്മൂത്ത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, കൂടുതൽ കാര്യങ്ങൾ ഓൺലൈൻ ആവും, കൂടുതൽ കാര്യങ്ങൾ സിമ്പിൾ ആകും, കുട്ടികൾക്ക് ഈസി എക്സ്പീരിയൻസ് ആവുന്നുള്ള രീതിയിലൊക്കെ MCC ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. സോ ആസ് ലോങ് as they come and tell us ഒഫീഷ്യലി നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഇതൊക്കെ വരട്ടെ. ഈ പ്രഡിക്ഷൻസ് ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സ്മൂത്തർ ആക്കുന്ന എന്താണെങ്കിലും ലെറ്റ് ദാറ്റ് ഹാപ്പൻ.
ആൻഡ് എല്ലാവരും അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചെന്ന് വിചാരിക്കുന്നു. ഓൾ ഇന്ത്യ കോട്ടയും സ്റ്റേറ്റ് കോട്ടയും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. ഗുഡ് ലക്ക്.